ഒന്ന് മല ശുദ്ധി. വാട്ട് ഈസ് മല? മല എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? അങ്ങനല്ല, ആ വേസ്റ്റ് അല്ല ഇത്. ശൈവ സിദ്ധാന്തത്തിൽ മല എന്ന് പറഞ്ഞാൽ ആണവം കർമാന്മായ, അതായത് ആത്മായുടെ മേലെ ഇരിക്കുന്ന അളുക്ക്. ആത്മായുടെ മേലെ നിങ്ങൾക്ക് വന്ന് എന്തോന്ന് പറയാന്, ആത്മാ പല ജന്മങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. ആത്മാ പല ജന്മങ്ങൾ എടുക്കാൻ കാരണം എന്തോന്നാണ്? അതാണ് റീസൺ. ആത്മാ ഒന്ന് പല ജന്മങ്ങൾ എടുക്കാൻ കാരണം അതിൽ ആണവം കർമ്മം മായ എന്നുള്ള 3 ഡെപ്പോസിറ്റ് ഇരിക്കുന്നു. അതുകൊണ്ടാണ് അത് ചെമ്പിന് എങ്ങനെ കളിമ്പിരിക്കുന്നതോ അതേമാതിരി നെല്ലിന് എങ്ങനെ ഉങ്ങിയിരിക്കുന്നതോ അതേമാതിരി ഈ ഇത് ഇരിക്കുന്നതാണ്. അപ്പം ഇതിന് ആത്മാവിനും ശിവനുക്കുമുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ശിവനുക്ക് ഈ ഒരാൾക്കുമില്ല. ആണവം കർമ്മമായ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ അത് വന്ന് ബൈൻഡിങ്സ്, അതിൻ്റെ പേര് ബൈൻഡിങ്സ്. അത് ഇത് തന്നെ 36 തത്വങ്ങളുടെ എസൻസ്. അത് സിദ്ധം, ബുദ്ധി, മനം, അഹങ്കാരം എന്നൊക്കെ ഇരിക്കുന്നതല്ല. അഹങ്കാരം മൂലാധാരത്തിരിക്കുന്നു. ഇതേമാതിരി കർമ്മം മായ എന്നുള്ളതും അത് 36 തത്വമുള്ള ഈ ഇതിൽ നിന്ന് വിടുപെടുന്നത് ഈ 3 അവർ പേരിട്ടിരുന്ന മലങ്ങൾ. അപ്പം ഇതിനെ വന്ന് ക്ലിയർ ചെയ്യാൻ, ഇത് വന്ന് ഡെപ്പോസിറ്റ് ക്ലിയർ ചെയ്യാനുള്ള ഇത് വന്ന് കാസൽ ബാഡിയിലാണ് ഇരിക്കുന്നത്. കാസൽ ബാഡി എന്ന് വെച്ചാൽ കാരണ ശരീരം. ശരീരത്തിലാണ് ഈ 3 ആണവം കർമ്മമായ ഡെപ്പോസിറ്റ് ആയിരിക്കുന്നത്. ഈ എന്തുകൊണ്ട് കാരണ ശരീരത്തിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് കാരണ ശരീരത്തിൽ ഇരിക്കുന്നത് കാരണ ശരീരത്തിൽ അടുത്ത് ജന്മം എടുക്കുന്നത് കാരണമായിരിക്കുന്നത് കാസൽ ബാഡി. ദാറ്റ് ഇറ്റ് കാസസ് നെക്സ്റ്റ് ബർത്ത്. അപ്പം അതിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്, ആണവം കർമ്മം മായെന്ന്. മനസ്സിലായില്ല? അപ്പോൾ ഇതിനെ മാറ്റുന്നതെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ഇതുവരെ വന്ന് മൂലാധാരം എന്ന് കേട്ട്, മൂലാധാരത്തിൽ തൊട്ട് താഴെ അകുള പത്മം. എന്തോന്ന് അകുള പത്മം എന്ന് പറഞ്ഞാൽ ഇത് വന്ന് ശക്തിപാത് യോഗയിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇരിക്കുന്നത്. ശക്തിപാത് യോഗ. അപ്പോൾ അകുള പത്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഹസ്രാരം, തലയിലിരിക്കുന്ന സഹസ്രാരം താളോട്ട് നോക്കിയിരിക്കുന്നത് അല്ലേ? പക്ഷേ ഇവിടെ ഉള്ള ഇത് വന്ന് അകുള പത്മം വന്ന് മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ്. അത് മുകളിലോട്ട് ഇതിലുള്ള എനർജി, ഈ അകുള പത്മത്തിൽ നിന്നുള്ള എനർജി സഹസ്രാരത്തിൽ പോയാലേ സഹസ്രാര പത്മം മുകളിലോട്ട് വരും. അപ്പം അത് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അകുള പത്മത്തെ നിങ്ങൾ ധ്യാനം ചെയ്യണം. അകുള പത്മത്തെ ധ്യാനം ചെയ്യണം. അപ്പം അകുള പത്മം 1000 ഇതൾ കൊണ്ട ചുവപ്പ് താമര, അത് ചുവപ്പ് കളറിലുള്ള ഒരു ഇതാണ് അകുള പത്മം. അതിൻ്റെ സെൻറ്ററിൽ ശിവലിംഗം ഇരിക്കുന്ന സെൻറ്റർ 4 ഇഞ്ചുള്ള നീല കളർ ശിവലിംഗം. അതിൻ്റെ മേലെയാണ് കുണ്ടലിനി സ്നേക്ക് ചുറ്റിയിരിക്കുന്നത്. ഈ ശിവലിംഗത്തെ ധ്യാനം ചെയ്താലേ ഈ ആണവം കർമ്മം മായ എന്ന് പറയുന്ന മലകൾ മനുഷ്യനെ വിട്ട് മാറും. എന്തോന്ന്
അതിലോട്ട് മാറും. അപ്പോൾ ഇതിനെ ധ്യാനം ചെയ്യാതെ മാറും. അപ്പോൾ ഇതൊന്ന് ബാക്കി നിങ്ങൾ ആൾറെഡി മൂലാധാരത്തുള്ള 4 പെട്ടല് ചിത്തം, ബുദ്ധി, മനം, അഹങ്കാരം എന്നുള്ള 4 മാറ്റുന്ന എക്സസൈസ് നിങ്ങൾ ചെയ്തു. ഓർമ്മയുണ്ടാകും. പക്ഷെ ഇത് ഒന്ന് കർമ്മമായി ഈ അർളപത്മത്തിൽ നിന്ന് മാറണം. നമ്മൾ ഇത് മാറാനുള്ള ധ്യാനമാണ്. അപ്പോൾ ഒന്ന് അർളപത്മത്തിൽ ശിവലിംഗത്തെ ധ്യാനം ചെയ്തിട്ട് ഓം നിർഗുണ ശിവലിംഗായ നമ, ഓം നിർഗുണ ശിവലിംഗായ നമ. ഓം നിർഗുണ ശിവലിംഗായ നമ എന്നുള്ള ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിർഗുണമാകണം. എന്തോന്ന്? നിമലനാകണം. ശിവൻ വന്ന് നിമലൻ. ഓം നിമലായ നമഃ, ഓം നിർഗുണായ നമഃ, ഓം നിമലായ നമഃ. ഓം നിർഗുണ വെച്ചാൽ ഒരു ഗുണമില്ല. നിമലായ വെച്ചാൽ ഒരു അഴുക്കുമില്ല. എന്തോന്ന്? അപ്പോൾ ഒരു അഴുക്കുമില്ലാതെ ശൈലിയിലുള്ള ശിവനെ അകുള പത്മത്തിൽ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ ഒട്ടിയിരിക്കുന്ന ആണവം, കർമ്മം, മായ 3 ക്ലിയറാവും. ആണവം, കർമ്മം, മായ എന്നുള്ള 3 ക്ലിയറായാൽ യോഗിക്ക് ഈ ജന്മത്തിലെ മുക്തി. ഈ ജന്മത്തിലെ മുക്തി. അതിന് നിങ്ങൾ ഒന്ന് പലവിധ പ്രിപ്പറേഷൻ ഇരുന്നാലും ഇതിൻ്റെ പ്രാക്ടിക്കൽ ഇതാണ്. നിങ്ങളൊന്ന് മറ്റേ ബുദ്ധിയെ பயன்படுത്തി അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നാലും ബുദ്ധിയെ பயன்படுത്തി നിങ്ങൾ മായയിൽ നിന്ന് വിടുപെടാൻ ട്രൈ ചെയ്യുന്നു. പക്ഷേ ഈ ശിവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അകുള പത്മത്തിലുള്ള ശിവലിംഗത്തിൻ്റെ ഇത് ഉണ്ടെങ്കിൽ ഈ അഴുക്കുകളിലൊന്ന് നിങ്ങൾക്ക് മാറിക്കിട്ടും. അഴുക്കുകൾ മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം നിന്ന് മലശുദ്ധി. ഇതേമാതിരി ഒരു ദിവസം ഒരു പ്രോഗ്രാം പേരുണ്ട്, മലശുദ്ധി. അപ്പോൾ മലശുദ്ധി എന്ന് പറയുന്നത് ആണവം കർമ്മ മായയിൽ നിന്ന് വിടുപെടുന്ന ഒരു പ്രാക്ടിക്കൽ എക്സസൈസ്. മറ്റേ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആണവത്തെ വിടണം, കർമ്മത്തെ വിടും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ഈ ധ്യാനം ചെയ്താൽ മാത്രമേ അത് പ്രാക്ടിക്കലായി സിദ്ധിക്കും. അപ്പം ഈ പ്രാക്ടിക്കൽ സിദ്ധിച്ച് നിങ്ങൾക്ക് ഒരു നിർഗുണ അവസ്ഥ വേറെ ഉണ്ടെന്ന്, അവസ്ഥയിൽ ഒരു നിർഗുണ അവസ്ഥ, ഫൈനലായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടണം ആ ധ്യാനത്തിൽ കൂടെ. അതാണ് റിസൾട്ട്. ഓക്കെ, അത് ചെയ്തിട്ട് നിങ്ങൾ അനുഭവത്തെ എഴുതി വയ്ക്കുക, വിളിക്കുക.